ഈസി ലേൺ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ടാപ്പ് ചെയ്യുക. കണ്ടുകൊണ്ട് വരുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കുക. നേരത്തെ നോട്ടിഫൈ ചെയ്ത പോലെ തന്നെ 8th, 9th and 10th ചാപ്റ്റേഴ്സ് ഓഫ് ഫിസിക്സ് ആയിരിക്കും നമ്മൾ ഈ ചാനൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് 9 നമ്മൾ എന്താണ് പഠിച്ചത്? ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിലെ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ ഒരു ക്വിക്ക് ഇൻട്രോ, ബാലൻസ്ഡ് ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ് പഠിച്ചു. ഇതിൻ്റെ എല്ലാ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കാണാം. ബിക്കോസ് ദിസ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് ദ ന്യൂ ടോപ്പിക്, ദാറ്റ് ഇസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. സോ മോഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമായിട്ടാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? സയൻറ്റിസ്റ്റ് ആൻഡ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്, എവ്രിബഡി തോട്ട് ദാറ്റ് മോഷൻ ഇസ് ആക്ച്വലി എ കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്. അരിസ്റ്റോട്ടിലും കുറേ ഐഡിയാസും കോൺസെപ്റ്റ്സും ഒക്കെ വെച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rest is the natural state of an object. So they deduced an idea, or they came to a conclusion that rest ആണ് അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ സ്റ്റേറ്റ് അല്ലേ? കാരണം എന്താണ്? ഫോഴ്സ് കൊടുക്കാതെ അത് മൂവ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് തന്നെ സ്റ്റോപ്പ് ആവുന്നു, ഓപ്പ് റെസ്റ്റ് ആണ്. പക്ഷെ ഇതിനെയൊക്കെ റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആര് വന്നു? നമ്മുടെ വെരി ഫേമസ് സയന്റിസ്റ്റ് ഗലീലിയോ. സോ ഗലീലിയോ എന്താ പറഞ്ഞത്? ഗലീലിയോ said that all moving objects move with a constant velocity unless no force acts upon them. ഗലീലിയോ എന്ത് പറഞ്ഞു? all moving objects, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്കൊക്കെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്തോണ്ടേയിരിക്കും. അതായത് റെസ്റ്റിലല്ല, അത് മൂവ് ചെയ്തോണ്ടേയിരിക്കും അൺലെസ് ഫോഴ്സ് ഇസ് ആക്ടിങ്. അതായത് ഒരു ഫോഴ്സ് അതിനെ തടയുന്നത് വരെ, അല്ലെ ഒരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നത് വരെ ഇറ്റ് വിൽ കീപ് ഓൺ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നാണ് ആര് പറഞ്ഞത്? അവർ ഫേമസ് സയന്റിസ്റ്റ് ഗലീലിയോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതായത് റെസ്റ്റ് അല്ല നാച്ചുറൽ സ്റ്റേറ്റ്. ഗലീലിയോ പറയുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ തന്നെ മൂവ് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നത് വരെ. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ ഗലീലിയോ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ എക്സ്പെരിമെന്റ് നമുക്ക് എന്താന്ന് പഠിക്കാം. ആ എക്സ്പെരിമെന്റിൽ ഗലീലിയോ യൂസ് ചെയ്തത് എന്താണ്? അപ്പൊ ഈ രണ്ട് സെന്റൻസുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക, ഗലീലിയോയുടെ സ്റ്റേറ്റ്മെന്റും ഓർത്ത് വെക്കുക. ഗലീലിയോ എന്താ പറഞ്ഞത്? Moving objects will move with a constant velocity unless a force acts upon them. So Galileo ചെയ്ത എക്സ്പെരിമെന്റ് ഇങ്ങനെയാണ്. ഗലീലിയോ ഒരു ടേബിളിന്റെ പുറത്ത് ഒരു പ്ലെയിൻ, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ എടുത്തു. Okay, he took two inclined planes and he said that there is no frictional force, no unbalanced force. നമ്മൾ പഠിച്ചായിരുന്നു എന്ത് ഒബ്ജക്റ്റ് വെച്ചാലും അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗലീലിയോ ആദ്യമേ എക്സ്പെരിമെന്റിൽ പറഞ്ഞു there is no frictional force. frictionless surface ആണ് ഗലീലിയോ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്തത്. frictionless surface, which means that he used up two inclined plane which are frictionless, or which means that there is no frictional force acting. There is no frictional force acting in his experiment. Okay, what he did was that ഒരു മാർബിൾ എടുത്തു. ആ മാർബിൾ, ഓക്കെ, ഈ മാർബിൾ ഡ്രോപ്പ് ചെയ്ത ഹൈറ്റ് h ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്തു, രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ എടുത്തു. അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എന്ന് ഗലീലിയോ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് തർക്കിക്കാൻ വരരുത്, അത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ല, അവിടെ ആക്ട് ചെയ്യില്ല. ബിക്കോസ് ഹി ടുക്ക് നോൺ ഫ്രിക്ഷൻ സർഫസ് ഓർ ഫ്രിക്ഷൻലെസ് സർഫസ്. പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈറ്റിൽ നിന്ന് ബോൾ ഡ്രോപ്പ് ചെയ്തു. ഒരു മാർബിൾ ആണ്, മാർബിൾ വെരി സ്മൂത്ത്. ഡ്രോപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾ ഇങ്ങനെ പോയി ഇവിടം വരെ വന്നു. അതായത് ഇവിടെ ഏത് ഹൈറ്റിലായിരുന്നു അതിനെ ഡ്രോപ്പ് ചെയ്തത്, ആ ഹൈറ്റ് വരെ ആ ബോള് വന്നു. ഇപ്പൊ ഗലീലിയോ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിന്ന് ഒരു ഡ്രോപ്പ് ചെയ്ത ഒരു ബോളിനെ ഏത് ഹൈറ്റിൽ നിന്നാണോ ഡ്രോപ്പ് ചെയ്തത് അത്രയും ഹൈറ്റിലോട്ട് അത് ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, അത്രയും ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ ശ്രമിച്ചു.
Then what he did was that next case അയാൾ elevation കുറച്ചു. അതായത് ഈ elevation Galileo reduced the inclination of this side. ഇവിടുത്തെ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ഇൻക്ലിനേഷൻ ആംഗിൾ ഇതിപ്പോ ഇങ്ങനെയാണ്, ആംഗിൾ കുറച്ചു. അപ്പൊ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹൈറ്റ് h ഇങ്ങനെയാണ്. അപ്പോ ഈ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈറ്റ് h ൽ നിന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇതേ ഹൈറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. such that അതേ ഹൈറ്റ് ഡ്രോപ്പ് ചെയ്ത അതേ ഹൈറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഈ ബോൾ. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഗലീലിയോ ചെയ്ത എക്സ്പെരിമെന്റിൽ ആദ്യം ഇൻക്ലൈൻ പ്ലെയിനിൽ നിന്നൊരു മാർബിൾ ഡ്രോപ്പ് ചെയ്തു. സോ ഈ മാർബിൾ ഡ്രോപ്പ് ചെയ്ത് ഗലീലിയോ എക്സ്പെക്ട് ചെയ്ത് എന്താണ്, ഫ്രിക്ഷൻലെസ് സർഫസ് ആണ്, അപ്പൊ അത് സ്മൂത്ത് ആയിട്ട് പോകണം. സ്മൂത്ത് ആയിട്ട് പോയി ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത ഹൈറ്റ് തന്നെ ഇവിടെ കവർ ചെയ്യും. അപ്പൊ ഗലീലിയോയ്ക്ക് ഫസ്റ്റ് ഒരു കൺക്ലൂഷൻ കിട്ടി, എത്ര ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്തേ അത്രയും ഹൈറ്റ് വരെ അത് ട്രാവൽ ചെയ്യും. അത്രയും ഹൈറ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. ഈ കേസിനകത്ത് അത്രയും ഹൈറ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അതിന്റെ ഒരു എയിം എന്താണ്, it has to travel the distance until it reaches that height. അത്രയും ഹൈറ്റ് വരെ എത്തണം അതിന്. അത് കഴിഞ്ഞ് ഗലീലിയോ മൂന്നാമത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻക്ലിനേഷൻ ഇവിടെ നിന്ന് മാറ്റി ടേബിളിനകത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ചു. ഇവിടെ ഇൻക്ലിനേഷൻ ഉണ്ട്, ഇവിടുത്തെ ഇൻക്ലിനേഷൻ അങ്ങ് എടുത്ത് മാറ്റി. അപ്പൊ ബോൾ ഡ്രോപ്പ് ചെയ്തു ഈ ഹൈറ്റിൽ നിന്ന്. ബോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് ഹാസ് അറ്റൈൻഡ് എ വെലോസിറ്റി അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ താഴത്തോട്ട് വിടുമ്പോൾ അതിന്റെ ഒരു വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ചെയ്യൂല, അത് താഴത്തോട്ട് വീണത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എവിടെ വരെ കണ്ടിന്യൂ ചെയ്യും, ഗലീലിയോയുടെ എക്സ്പെരിമെന്റ് ഗലീലിയോ പറഞ്ഞു ഒരു ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നവരെ, ഡ്രോപ്പ് ചെയ്ത ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നവരെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഗലീലിയോയ്ക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി, all moving objects move with a constant velocity. All moving objects move with a constant velocity. ഈ ബോഡിനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും until a force acts upon it. പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ ഇവിടെ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ നെവർ സേ ദാറ്റ് ദർ ഇസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലാത്തൊരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇവിടുത്തെ കേസുകളിലൊക്കെ ബോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോൾ ഫ്രിക്ഷൻ കാരണം അത് സ്റ്റോപ്പ് ആവും. പക്ഷെ ഗലീലിയോയുടെ എക്സ്പെരിമെന്റ് ഹി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഫ്രിക്ഷണൽ സർഫസ്. സോ അവിടുത്തെ കേസിൽ ദാറ്റ് ബോൾ വിൽ കീപ് ഓൺ മൂവിങ് അൺടിൽ an external force, that is until, ഇപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ എന്താണ്, until a frictional force or an unbalanced force acts against it. Okay, so ഗലീലിയോ ഈ കണ്ടുപിടിച്ച ഈ ഒരു ഡിഡക്ഷൻ അല്ലെ സജഷനെ ആര് ഏറ്റെടുത്തു, നമ്മുടെ ഐസക് ന്യൂട്ടൺ, the very renowned scientist ഐസക് ന്യൂട്ടൺ took these postulates. ഗലീലിയോയുടെ പോസ്റ്റുലേറ്റ്സിനെ എടുത്തിട്ട് ഐസക് ന്യൂട്ടൺ എന്ത് പറഞ്ഞു, okay, he formulated 3 laws of motion. So Galileo did an experiment and said that all moving objects move with a constant velocity until or unless a force is applied. So what did Newton say about it? Newton endu cheyidu, he formed 3 laws of motion. From this 3 laws of motion kandupidichu. അതിൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്, which is Newton said this is his first law of motion. An object remains in a state of rest or of uniform motion in a straight line unless compelled to change that state by an applied force. സോ ന്യൂട്ടൺ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് കുറെ സയന്റിസ്റ്റ് പറഞ്ഞു നാച്ചുറൽ സ്റ്റേറ്റ് ഇസ് റെസ്റ്റ്. Galileo പറഞ്ഞു a body moves with uniform velocity or speed. So Newton combined all these and gave a refined, a very simple, easy and clear statement, which is an object remains in a state of rest. അതായത് ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കും, or of uniform motion അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷൻ മീൻസ് കോൺസ്റ്റന്റ് സ്പീഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി.
ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒന്നെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അതേ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് അപ്ലൈ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തുടരും. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഇൻ മോഷൻ അത് മോഷനിൽ തുടരും. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞ ഫസ്റ്റ് ലോ. ഇതിങ്ങനെ തന്നെ പഠിക്കണം. CBSE എങ്ങനെയാണോ നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അതുപോലെ തന്നെ പഠിക്കണം. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഗലീലിയോ ഡെഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് നിങ്ങൾക്ക് എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി. അപ്പൊ ന്യൂട്ടന്റെ ഈ ഒരു സാധനം പഠിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ എടുക്കാം. അപ്പൊ റെസ്റ്റ് ഇവിടെ വരെ നമുക്ക് ഓക്കെ. റെസ്റ്റ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ടേബിളിനകത്ത് 2-3 ബുക്സ് ഇരിപ്പുണ്ട്. ഓക്കെ, ആ ബുക്സ് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ അത് തൊടുന്നതേ ഇല്ല. അപ്പൊ ആ ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റിലാണ്. ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്താണെങ്കിലും അത് റെസ്റ്റിലാണ്, മോഷൻ ഒന്നുമില്ല. ഞാനിപ്പോൾ അതിനെ എവിടെയും മാറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ? എങ്ങനെയാണോ അതേ സ്റ്റേറ്റിൽ തന്നെ തുടരും, റെസ്റ്റിൽ തന്നെ തുടരും. വിച്ച് മീൻസ് ദാറ്റ് ഞാൻ അതിനെ മാറ്റുന്നത് വരെ, ആ ബുക്കിനെ പുഷ് ചെയ്യുന്നതോ പുൾ ചെയ്യുന്നതോ എന്താണ് എൻ്റെ ഫിസിക്കൽ ആക്ഷൻസ് ഞാൻ ചെയ്യുന്നത് വരെ ദാറ്റ് ബോഡി ഇസ് ഇൻ റെസ്റ്റ്. ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയി? ഓക്കെ. രണ്ടാമത്തെ പാർട്ട് എന്താ? a body is in motion, യൂണിഫോം മോഷൻ. അതായത് ഇപ്പോൾ ഒരു ഫുട്ബോൾ നിങ്ങൾ ഹിറ്റ് ചെയ്തു, ഫുട്ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഗോൾ പോസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഗോൾ പോസ്റ്റ് എത്തിയ സമയത്ത് ഈ ഫുട്ബോൾ സ്റ്റോപ്പ് ചെയ്യും. ബിക്കോസ് അവിടുത്തെ മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ അവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു. എന്താണ്? ആ ഗോൾ പോസ്റ്റിന്റെ അവിടെ നിന്ന് ഗോൾ പോസ്റ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് അവിടെ തന്നെ നിൽക്കും. കാരണം എന്താ? അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു. സോ ദാറ്റ് ബോൾ കണ്ടിന്യൂ ടു ബി ഇൻ മോഷൻ until a force was applied. ഇപ്പൊ ഞാനൊരു എക്സ്പെരിമെന്റിൽ ഒരു ബോളിനെ ഞാൻ ഇങ്ങനെ ഹിറ്റ് ചെയ്തു, ഇങ്ങനെ പോവാണ്. Then you are standing here and you try to stop that ball. എന്ത് പറ്റും? That ball is in motion unless an external force is applied. ഒരു external force apply ചെയ്യുന്നവരെ ആ ഒബ്ജക്റ്റ് മോഷനിലായിരിക്കും. external force apply ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മോഷൻ നിൽക്കും. ഇനി ഈ ഒരു ടെൻഡൻസി ഉണ്ട് ഒബ്ജക്റ്റിന്, അതായത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാൻ, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ ഇരിക്കാൻ. ഇങ്ങനത്തെ ഒരു ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് ഇനർഷ്യ. സോ വാട്ട് ഈസ് ഇനർഷ്യ? ഇനർഷ്യ ഈസ് നത്തിങ് ബട്ട് ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റിമെയിൻ ഇൻ റെസ്റ്റ് ഓർ ഇൻ മോഷൻ. അതായത് എന്തായിരുന്നോ അതിൻ്റെ സ്റ്റേറ്റ് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കുക, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? ഒരു കാറിൽ നിങ്ങൾ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് കാറിന്റെ മോഷൻ എങ്ങനെയൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്താലും ബ്രേക്ക് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഇരിക്കുന്നത് എന്താണ്? ഒരു റെസ്റ്റ് മോഷനിലാണ്. സീറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെസ്റ്റിലാണ്. സോ നിങ്ങൾ ആ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണല്ലേ. കാറ് ബ്രേക്ക് ഇട്ടാലും എന്താണെങ്കിലും നിങ്ങൾ ആ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. സോ യു ഹാവ് ഗോട്ട് ദ ടെൻഡൻസി, യുവർ ബോഡി ഹാസ് ഗോട്ട് ദ ടെൻഡൻസി. കാരണം ബോഡി എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്, അതിനൊരു ടെൻഡൻസി ഉണ്ട്, അതാണ് ഇനർഷ്യ. ഓക്കെ, ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇടുമ്പോൾ യു ഹാവ് ഗോട്ട് ഒരു ജേർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പുറകിലോട്ട് ഒരു വണ്ടി വന്ന് ഇടിക്കുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സീറ്റിൽ നിന്ന് തെറിച്ചു പോകാൻ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാനൊരു ടെൻഡൻസി വരും. അപ്പം നിങ്ങൾ ഈ ബെൽറ്റ് ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയും ഫിസിക്സ് ആണ്. See, there also for police laws also you have physics, for safety also you have physics. അവിടെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എങ്ങനെയാണ്? നിങ്ങളുടെ ഈ ഒരു ടെൻഡൻസി അല്ലേ, നിങ്ങളിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ നിങ്ങൾ അതേ ടെൻഡൻസിയിലായിരിക്കും. ആ ഒരു ഫോഴ്സ് ബിയോണ്ട് ആയിക്കഴിഞ്ഞ് നിങ്ങൾ തെറിച്ചു പോകുന്ന ഒരു ടെൻഡൻസിയിൽ ആ സീറ്റ് ബെൽറ്റിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സ്, അൺബാലൻസ്ഡ് ഫോഴ്സ്, നിങ്ങൾ അവിടെ തന്നെ ഇരുത്താൻ ശ്രമിക്കും അല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ അതാണ് ഒരു ഇനർഷ്യ കോൺസെപ്റ്റ് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ വേറൊരു എക്സാമ്പിൾ, നിങ്ങൾ ക്യാരംസ് ഇങ്ങനെ പൈലപ്പ് ചെയ്ത് വെക്കും അല്ലേ. നല്ലോണം കളിക്കാൻ അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ കോയിൻസ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുവാണേ. സ്ട്രൈക്കർ നിങ്ങൾ അടിക്കുമ്പോൾ ആ ഏറ്റവും താഴത്തവ മാത്രം അനങ്ങിയിട്ട് ബാക്കിയുള്ള പൈൽ അങ്ങനെ തന്നെ വെർട്ടിക്കലി ഇങ്ങനെ ഇരുന്നു
കോയിൻ പോയപ്പോൾ അങ്ങനെ തന്നെ വെർട്ടിക്കലി സിറ്റ് ചെയ്യും താഴത്തോട്ട്. സോ അത് റെസ്റ്റിൽ അതേ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? ലോ ഓഫ് മോഷൻ വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് ലോ ഓഫ് ഇനേർഷ്യ. ബിക്കോസ് എന്താ, ഇനേർഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആണ്. സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ലോ ഓഫ് ഇനേർഷ്യ. സോ നമ്മൾ പഠിച്ചു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എങ്ങനെയാണ് വന്നത്. ഗലീലിയോ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, അതിൽ നിന്ന് ഗലീലിയോ പറഞ്ഞു ഡ്രോപ്പ് ചെയ്യുന്ന അതേ ഹൈറ്റ് അറ്റൈൻ ചെയ്യും, അതൊരു കാര്യം. സോ ആ ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഫ്രിക്ഷൻലെസ് സർഫസ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഗലീലിയോ അതിൽ നിന്ന് പറഞ്ഞു എ ബോഡി, എ മൂവിങ് ഒബ്ജെക്ട് മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അൺലെസ് ഓർ അൺടിൽ എ ഫോഴ്സ് ഇസ് അപ്ലൈഡ്. ഒരു ഒബ്ജക്റ്റ് മൂവിങ് ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോൾ വരെ? അതിലൊരു സ്റ്റോപ്പ് വരുന്നത് വരെ. അതൊരു പോയിന്റ്. അതിൽ നിന്ന് ന്യൂട്ടൺ ആ പോസ്റ്റുലേറ്റിൽ നിന്ന് എന്തു പറഞ്ഞു? ഓക്കെ, എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or in motion or continues to be in the state of uniform motion unless or until a force is applied. ഒരു ഫോഴ്സ് അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറ്റാൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റിൽ നിന്ന് മോഷനിലോട്ടോ മോഷനിൽ നിന്ന് റെസ്റ്റിലോട്ടോ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ മാറ്റുന്ന വരെ അത് അതേ ടെൻഡൻസി കീപ്പ് ചെയ്യും. ആ ടെൻഡൻസി ഓഫ് ദാറ്റ് ഒബ്ജെക്ട് ടു റിമെയിൻ ഇൻ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ, അതിനെ വിളിക്കുന്നതാണ് ഇനർഷ്യ. അപ്പൊ ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇസ് ഓൾസോ കോൾഡ് ആസ് ലോ ഓഫ് ഇനർഷ്യ. നമ്മൾ കുറേ പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിൾസ് പഠിച്ചു. ഒരു ബുക്ക് ടേബിളിന്റെ പുറത്തിരിക്കുവാണ്, അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ അതിനെ മൂവ് ചെയ്യുവാണ്, ഫോർ എക്സാമ്പിൾ ഒരു ഫുട്ബോൾ ബോൾ മൂവ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്, സോ ഇറ്റ് ഇസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതിനെ നമ്മൾ ഗോൾ പോസ്റ്റിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് an external force is applied to stop that. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. സോ എല്ലാവർക്കും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓൾസോ ഫ്രണ്ട്സിനോടൊക്കെ ചാനലിനെ കുറിച്ച് പറയുക. ഓക്കെ, ബൈ ബൈ.